في بيتنا هرة جميلة في بيتنا هرة جميلة لونها أبيض لونها أصفر لونها أبيض لونها أصفر تبكي عندي مياو مياو سلابي عندي مياو مياو تبكي عندي مياو مياو سلابي عندي مياو مياو في بيتنا هرة جميلة يوما كانت هرة تبكي عندي بالسوء أغتيها سمكة كبيرة السلام عليكم. السلام عليكم. يوما كان غراب يطير في السماء شهاد الرب من لرن نأكل رب كاكا يطير بعد قليل عطش الرب شديدا نظر الرب حوله لا مع قليل طار الرب عطشان يجلس تحت شجرة حسن الرب في الحادث نأكل الرب كاكا طالب الرب للماء وهب مكان ما أكره فرأى الرب جرة بتطير نحو الجرة. السلام عليكم. അസ്സലാമു അലൈക്കും. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേള ഞാനും ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ നബി തങ്ങളും സഹാരിമാർ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതുവഴി ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോയി. അത് കണ്ട നബി എണീറ്റിരുന്നു. സഹായം അയച്ചു. യാ റസൂലേ, എന്തിനാണ് എണീറ്റുന്ന? ജൂത മനുഷ്യൻ്റെ മയ്യത്തല്ലേ? അത് കേട്ട് നബി പറഞ്ഞു, ജൂതനാണെങ്കിലും അയാളും ഒരു മനുഷ്യനല്ലേ? പ്രിയ കൂട്ടുകാരെ, മനുഷ്യമൂല്യങ്ങൾക്ക് ഏറ്റവും വലിയ വില നൽകുന്ന ആളായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനൊരു കഥ പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ പ്രായമായ ഒരു സ്ത്രീ തലയിൽ ചുമട് നിലത്ത് വെച്ച് നിൽക്കുന്നു. നബി അവരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് ഉമ്മാമ ഇവിടെ നിൽക്കുന്നത്? പ്രായമായ ആ സ്ത്രീ പറഞ്ഞു, മോനെ, ഈ ചുമട് എടുക്കാനാവാതെ ഞാൻ വിഷമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചുമട് തലയിൽ വെച്ച് ആ ഉമ്മാമയുടെ വീട്ടിലെത്തിച്ചു. ഉമ്മാമൻ പറഞ്ഞു, മോനെ, നീ കരുണയുള്ളവനാണ്, വല്ലതും തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴൊന്നും കയ്യിലില്ല. പക്ഷേ ഞാനൊരു ഉപദേശം നൽകാം. മക്കയിലൊരു മുഹമ്മദ് വന്നിട്ടുണ്ട്. അവൻ്റെ വലയിൽ നീ കുടുങ്ങാതെ സൂക്ഷിക്കണം. നബി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഉമ്മാമ, ഞാനാണ് ആ മുഹമ്മദ്. ആ സ്ത്രീ അത്ഭുതപ്പെട്ടു പോയി. നബിയുടെ സന്നിധിയിൽ വെച്ച് ആ സ്ത്രീ ഷഹാദത്ത് കലിമത്ത് ചൊല്ലി. അവിടെ വെച്ച് തന്നെ മുസ്ലിം ആവുകയും ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, നബിയുടെ കാരുണ്യത്താൽ ഉണ്ടായത് ഈ ചര്യയാണ് നാം എല്ലാവരും പിൻപറ്റേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുകഥ അവസാനിപ്പിക്കുന്നു. സ്നേഹമുള്ള കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, ഞാൻ ഇന്ന് ഈ വേദിയിൽ ഒരു കൊച്ചു കഥ പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സൈനബ് എന്നൊരു സ്ത്രീ കുറച്ച് ആട്ടിറച്ചി കൊടുത്തു. സമാനമാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അത് കഴിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരും ഇത് ഭക്ഷിക്കരുത്. എല്ലാവരും കൈ ഉയർത്തുക, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്.
സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ സ്ത്രീ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ? ഉണ്ട്, അവൾ മറുപടി പറഞ്ഞു. എന്തിനാണ് നീ ഇതിൽ വിഷം കലർത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു. താങ്കൾ ഒരു യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ അതിൽ വിഷം കലർത്തിയത് താങ്കൾ അറിയും. അതിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ വിഷം കലർത്തിയത്. ഇപ്പോൾ നീ പോയിക്കോ. ഈ ഇറച്ചി കഷ്ണം എന്നോട് പറഞ്ഞു ഇതിൽ വിഷമുണ്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൾക്ക് മാപ്പ് കൊടുത്തു. നിങ്ങൾ എൻ്റെ കഥ ശ്രദ്ധിച്ചു കേട്ടുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലാമെന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് കൊടുത്തു വിട്ടത് കണ്ടോ? നിങ്ങളും ഇത്തരത്തിലുള്ള സ്വഭാവക്കാരാവണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നബിയുടെ ഒരു കഥ പറയാൻ പോകുകയാണ്. നബി ഒരു ദിവസം ഒരു ഗ്രാമത്തിൽ കൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പം നബി ഒരു ഉമ്മാമ കഷ്ടപ്പെട്ട് വിറക് കൊണ്ടുപോകുന്നത് കണ്ടു. നബി ഉമ്മാമേൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മാമ്മേ, ഞാൻ ഈ വിറക് ചുമന്നോളാം. ഉമ്മാമ്മ സന്തോഷിച്ച് വിറകുകൾ കൊടുത്തു. നബി അത് ചുമന്നുകൊണ്ട് പോയി. കുറേ നടന്നിട്ട് അവർ ഉമ്മാമ്മേൻ്റെ വീട്ടിലെത്തി. നബി ഉമ്മാമ്മക്ക് സന്തോഷം. ഉമ്മാമ്മ പറഞ്ഞു, എനിക്ക് നിൻ്റെക്ക് തരാൻ ഒന്നുമില്ല മോനെ. നബി പറഞ്ഞു, അതിനെന്താ കുഴപ്പം ഉമ്മാമ്മ, ഞാൻ പോവട്ടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനും ഒരു കൊച്ചു കഥ പറയാം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ഈ കൊച്ചു കഥയിൽ അതെല്ലാം നിങ്ങളുമായി വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് വെറുതെ പറയുക മാത്രമല്ല, ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്നാണ് വിളിക്കുന്നത്. ഒരിക്കൽ ഒരു അഹ്റാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയുകയില്ല. പ്രവാചകരെ ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ നബിയെ. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കളവ് പറയരുത്. ഈ ഒരു തെറ്റിൽ നിന്ന് മാത്രം നിങ്ങൾ മാറി നിന്നാൽ മതി. ഇത് കേട്ട് അഹ്റാബിക്ക് സന്തോഷമായി. അഹ്റാബി വിചാരിച്ചു, കള്ളം പറയാൻ മാത്രം ഇരുന്നാൽ മതിയല്ലോ, വേറെ എല്ലാ തെറ്റുകളും ചെയ്യാമല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം സന്തോഷിച്ചു. പിറ്റേ ദിവസം ഒരു വീട്ടിലേക്ക് മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം പോയി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ മോഷ്ടിച്ചിരുന്നില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം ആ മോഷണ ശ്രമത്തിൽ നിന്നും മാറി നിന്നു. ഇതേ കണക്കിന് ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അദ്ദേഹം ഓരോ തെറ്റുകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള കരാർ ഓർമ്മ വരുമ്പോൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും അദ്ദേഹം ഒരു സാലിഹായ മനുഷ്യനാവുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രവാചകർ അവിടുത്തെ അനുയായികളെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിക്കുന്നത്. എല്ലാവരും പ്രവാചകചര്യ പിൻപറ്റി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു കഥ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. കഥയുടെ പേര് പ്രവാചകനും വൃദ്ധയും. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു വൃദ്ധ ഭാരമേറിയ ചുമട് കൊണ്ട് നടക്കുന്നത് കണ്ടു. ഇത് കണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞു, ആ ചുമടിങ്ങ് തരൂ, ഞാൻ അത് പിടിച്ചു കൊള്ളാം. വൃദ്ധയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു. ആ പ്രവാചകൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നിയ വൃദ്ധയ്ക്ക് പ്രവാചകനോട് പറഞ്ഞു, ഇവിടെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. നമ്മുടെ പൂർവികന്മാരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളിപ്പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് അറിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ വൃദ്ധയോടൊപ്പം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയിട്ട് വൃദ്ധ ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പം നബി പറഞ്ഞു, താങ്കൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഞാനാണ്. ഇത് കേട്ട വൃദ്ധ ആശ്ചര്യപ്പെട്ടു. പിന്നീട് വൃദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉസ്താദുമാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു കൊച്ചു കഥയാണ്. ഒരു ദിവസം നബിയും സഹാബാക്കളും ഒരിടത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സൈനബ് എന്നൊരു സ്ത്രീ നബി തങ്ങൾക്ക് കുറച്ച് സമ്മാനമായിട്ട് ആട്ടിറച്ചി കൊടുത്തയച്ചു. നബിയും സഹാബാക്കളും സന്തോഷത്തോടെ കഴിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാരും ഭക്ഷിക്കരുത്, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. നബി തങ്ങൾ പറഞ്ഞു ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ സ്ത്രീ വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് നീ ഇതിൽ വിഷം ചേർത്തത്? ആ സ്ത്രീ പറഞ്ഞു, നീ ഒരു പ്രവാചകനാണോന്ന് ഞാൻ പരീക്ഷിച്ചതാണ്. നബി പറഞ്ഞു, ശരി ശരി. ഈ ആട്ടിറച്ചി എന്നോട് പറഞ്ഞു ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന്. കൂട്ടുകാരെ, താങ്കളെ കൊല്ലാൻ ശ്രമിച്ചിട്ടും മാപ്പ് കൊടുത്തു നബി തങ്ങൾ. ഇത്തരം സ്വഭാവക്കാരാവണം നമ്മൾ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസത്തിൽ നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. എൻ്റെ കഥയുടെ പേരാണ് ആട്ടിടയൻ്റെ പ്രയാണം. എല്ലാ പ്രവാചകന്മാരും ഈ കഥയിൽ ആട്ടിടന്മാരായിട്ടുണ്ട്. ആട്ടിൻപറ്റത്തെ മേയ്ച്ചാണവർ സമൂഹത്തെ സൽവഴിയിലാക്കാൻ പരിശീലിച്ചത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആട്ടിനെ മേയ്ച്ചിട്ടുണ്ട്. ഇതാ ഒരു ആട്ടിടയൻ്റെ മനോഹരമായ സംഭവത്തിലേക്ക്. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിലെ ഒരു വലിയ മലഞ്ചെരുവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അല്പമകലെ ഒരു കൂട്ടം ആടുകളെയും അതിനെ മേയ്ക്കുന്ന ആട്ടിടയനെയും അവർ കണ്ടു. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന മുത്തുനബിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നല്ല ദാഹം തോന്നി. ആട്ടിടയൻ്റെ അടുത്തെത്തിയതും കുറച്ച് പാൽ ഈ ആടുകളിൽ നിന്നും തരുമോ എന്ന് ഇരുവരും ചോദിച്ചു. ആട്ടിടയൻ മറുപടി പറഞ്ഞു, ഞാനൊരു വിശ്വസ്തനായ ഇടയനാണ്. എൻ്റെ യജമാനൻ്റെ അനുവാദമില്ലാതെ ഈ ആടുകളിൽ നിന്നും പാൽ തരാൻ എനിക്ക് ആവില്ല. ഉഖ്ബത്ത് ബിനു അബി മുഅദ്ദിൻ്റെ ആടുകളായിരുന്നു അത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഈ ആടുകളിൽ പ്രസവിക്കാത്തതോ കറവ പറ്റിയതോ ആയ ആടുകൾ ഉണ്ടോ? അതെ, ഉണ്ട്. കറവ പറ്റിയ ആടുകളിൽ 1-2 എണ്ണത്തെ അദ്ദേഹം കാട്ടിക്കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ആട്ടിനെ എടുത്തു. എന്നിട്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉരുവിട്ട് അതിൻ്റെ അകിടിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ ആട്ടിടയൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ അത്ഭുതം, അത്യത്ഭുതം! വറ്റിക്കിടന്ന ആട്ടിൻ്റെ അകിട് മറ്റുള്ളതിനേക്കാൾ നിറഞ്ഞു നിൽക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാത്രത്തിലേക്ക് നബി തങ്ങൾ ആ പാൽ കറന്നെടുത്തു. ഇരുവരും മതിവരുവോളം കുടിച്ചിട്ട് ബാക്കി വന്ന പാൽ
ആട്ടിടയന് നൽകി. ആട്ടിടയന് മുത്തുനബിയോടുള്ള അതീവ സ്നേഹം അത് തീരത്തെ ചുംബിക്കുന്ന തിരമാലകളെ പോലെ ആട്ടിടയൻ്റെ മനസ്സിലേക്ക് വാരിപ്പുണർന്നു. ഏറെ ആശ്ചര്യത്തോടെ ആ പാൽ അദ്ദേഹം വാങ്ങിക്കുടിച്ചു. മുത്തുനബിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ചൊല്ലിയ ആ ദിവ്യവചനം എനിക്ക് കൂടിയൊന്ന് പറഞ്ഞു തരുമോ? നബി തങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ തല തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. അത് അദ്ദേഹത്തെ വിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ആട്ടിടയൻ ആരാണെന്നറിയണ്ടേ കൂട്ടുകാരെ? പിൽക്കാലത്ത് സഹാബികളുടെ കൂടെയുള്ള പ്രമുഖ പണ്ഡിതനും നബിയുടെ ചെരുപ്പുവാഹകനും രഹസ്യ സൂക്ഷകനുമായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നബിയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ട സഹാബിയായി തീർന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ കഥ നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ആ മുത്തുനബിയോടൊത്ത് സേവിച്ച് മരിക്കാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ കഥ ഇവിടെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الله أكبر الله أكبر. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله.
أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح لا قوة إلا بالله. الله أكبر الله أكبر لا إله إلا الله. اللهم صل على سيدنا محمد. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയ നിറഞ്ഞ ഉസ്താദുമാരെ, കൂട്ടുകാരെ, ഒരു ചെറുപ്രസംഗം അവതരിപ്പിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലമാണ് എൻ്റെ സംസാര വിഷയം. ക്രിസ്തുവർഷം 571 ഏപ്രിൽ 21 റബീഉൽ അവൽ 12 പ്രഭാതത്തോട് അടുത്ത സമയം ഷഅബനി ഹാഷിമിൽ അബൂ ത്വാലിബിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനസമയത്ത് പല അത്ഭുത സംഭവങ്ങളും അരങ്ങേറി. മുസബ്ബിഹ വിരലുയർത്തിപ്പിടിച്ച് സുജൂദിലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത മനസ്സിലാക്കിയ മക്കക്കാർ നബി തങ്ങളെ അൽ അമീൻ എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലീമ ബീവിയുടെ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന കാലം ഒരു അത്ഭുത സംഭവം ഉണ്ടായി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് നെഞ്ച് പിളർത്തി ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്നൊരു അംശം പുറത്തു കളഞ്ഞു. ഇത് പിശാചിൻ്റെ അംശമാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. ഹൃദയം സ്വർണ്ണത്തലികയിൽ സംസം വെള്ളം കൊണ്ട് കഴുകി പൂർവ്വസ്ഥിതിയിൽ തുന്നിച്ചേർത്തു. സംഭവമറിഞ്ഞ ഹലീമ ബീവിയും കുടുംബവും അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമ്മെ ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന ദുആയോട് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
On this respected teachers and my beloved friends, on this auspicious occasion, I am very glad to meet you. I don't know how to express my heartfelt thanks to you. First of all, I praise Almighty Allah who blessed me with this golden chance. Dear brothers, a long time ago in the desert city of Mecca, a baby boy was born. His name was Muhammad. Peace be upon him. Sadly, his father had passed away before he was born, and he was just a little boy. His mother also passed away, so he raised by his kind grandfather Abdul Muttalib and later by his uncle Abu Talib. Muhammad Nabi Sallallahu Alaihi Wasallam was different. He was kind, gentle, and very polite. He never shouted, never lied, and always helped others. One day, when Muhammad Nabi Sallallahu Alaihi Wasallam was still a boy, he saw an old woman carrying a heavy bag of firewood. She was struggling. Many people passed by. No one helped her. Assalamu alaikum. Assalamu alaikum. ലോകം പടച്ചുള്ള റഹീമായോനെ അഖിലം സ്തുതി ഹംദ് നിനക്കൊതുന്നേ അളവിൻ കവാടങ്ങൾ തുറന്നിടണേ ഞൂറിൻ വിടർക്കുള്ളിൽ കൊടുത്തിടണേ സ്നേഹം പ്രദർശിക്കാൻ സഹായിക്കണം കരുണയമ്മ ചൊരിഞ്ഞിടണം വിവരം വിവേകം സ്വഭാവം വേണം നാവിൽ സദാ സത്യം മൊഴിഞ്ഞിടണം ലോകം പടച്ചുള്ള റഹീമായോനെ അഖിലം സ്തുതിയം നിനക്കൊതുന്നേ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ ഇടനെഞ്ചിൽ ചേർത്ത് പാടാം ഇതിഹാസത്തേരിലേറാം ഇടനെഞ്ചിൽ ചേർത്ത് പാടാം ഇതിഹാസത്തേരിലേറാം നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ ഇരുഗുരു താരകമൊരിയറിഞ്ഞോളി തികവുള്ളൊരാദര വഴിഗമിച്ചോളി ഇരുഗുരു താരകമൊഴിയറിഞ്ഞോളി തികവുള്ളൊരാദര വഴിഗമിച്ചോളി ആ മരച്ചോട്ടിൽ തണലേ തണലേ ആ മലർത്തോപ്പിൽ അഴകേ അഴകേ ആ മരച്ചോട്ടിൽ തണലേ തണലേ ആ മലർത്തോപ്പിൽ അഴകേ അഴകേ മദഹിൻ മുത്തൊളിമാല മധുരത്തേൻ പൂഞ്ചോല മദഹിൻ മുത്തൊളിമാല മധുരത്തേൻ പൂഞ്ചോല പാടാം പാടാം അവദാനങ്ങൾ പാടാം 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 അവദാനങ്ങൾ പാടാം നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ ആരംഭത്വഹ പ്രിയരേ പ്രിയരേ ആദര രാജ കമരേ കമരേ ആരംഭത്വഹ പ്രിയരേ പ്രിയരേ ആദര രാജ കമരേ കമരേ മദഹിൻ മുത്തൊളിമാല മന്ദിരത്തിൻ പൂഞ്ചോല മദഹിൻ മുത്തൊളിമാല മന്ദിരത്തിൻ പൂഞ്ചോല പാടാം പാടാം അബദാനങ്ങൾ പാടാം 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 അബദാനങ്ങൾ പാടാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സുബഹി ബാങ്കിൻ നേരത്ത് പലരുമാ മദീനത്ത്
പച്ച കുബ്ബ ചൂടെ നിന്ന് അസ്സലാം മൊഴിയേ. പാപിനാൻ വിദൂരയാണ് മോഹമാത്തിരുറൗളയാണ്. കരുണമന്ദിരമാമദീന കാണുവാൻ കൊതിയേ. കനവിലങ്ങ് വിരുന്ന് വന്നാൽ കൽബ് ഞാൻ പകുത്തു നൽകാം. കാത്തിരുന്ന് നിരാശയാൽ ഞാൻ പാടിയ നബിയേ. കനവിലങ്ങ് വിരുന്ന് വന്നാൽ കൽബ് ഞാൻ പകുത്തു നൽകാം. കാത്തിരുന്ന് നിരാശയാൽ ഞാൻ പാടിയ നബിയേ. സുബഹി ബാങ്കിൻ്റെ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചൂടെ നിന്ന് അസ്സലാം മൊഴിയേ. തൂരി സീന കേറി മൂസ റബ്ബെ കണ്ടില്ല. കാബ കൗസി പോലിരുന്നു നൂറ് സല്ലല്ലാഹ്. തൂരി സീന കേറി മൂസ റബ്ബെ കണ്ടില്ല. കാബ കൗസി പോലിരുന്നു നൂറ് സല്ലല്ലാഹ്. ആ സുവർണക്കാലമേ ഞാൻ കണ്ണിൽ കണ്ടില്ല. ത്വയ്ബയിൽ പിറന്നിടാം ഞാൻ ഭാഗ്യവാനല്ല. സുബഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചൂടെ നിന്ന് അസ്സലാം മൊഴിയേ. ത്വായിഫിൽ കരഞ്ഞു പോയോ യാ റസൂലല്ലാഹ്. ദേഹമിൽ മുറിവേറ്റു പോയോ നീറിടുന്നല്ലാഹ്. ത്വായിഫിൽ കരഞ്ഞു പോയോ യാ റസൂലല്ലാഹ്. ദേഹമിൽ മുറിവേറ്റു പോയോ നീറിടുന്നല്ലാഹ്. നാറ് പോലും നൂറിനോട് ചൊന്നു സല്ലല്ലാഹ്. നാമമിൽ മികൈന്ത നാമം യാ റസൂലല്ലാഹ്. സുബഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചൂടെ നിന്ന് അസ്സലാം മൊഴിയേ. ത്വയ്ബ വലയം ചെയ്തിടും ചെറു പ്രാണിയായില്ല. മദ്ഹ് കേട്ട് പിണങ്ങിടുന്ന കൽബതുമില്ല. ത്വയ്ബ വലയം ചെയ്തിടും ചെറു പ്രാണിയായില്ല. മദ്ഹ് കേട്ട് പിണങ്ങിടുന്ന കൽബതുമില്ല. കൽബതുമില്ല. എങ്കിലും എൻ മോഹമങ്ങ് ഇഷ്ക് ചൊല്ലാനായി. കൺകുളിർക്കെ നൂറെ കണ്ട് ആശ തീർക്കാനായി. സുബഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചൂടെ നിന്ന് അസ്സലാം മൊഴിയേ. പാപിനാൻ വിദൂരയാണ് മോഹമാത്തിരുറൗളയാണ്. കരുണമന്ദിരമാമദീന കാണുവാൻ കൊതിയേ. കനവിലങ്ങ് വിരുന്നു വന്നാൽ കൽബ് ഞാൻ പകുത്തു നൽകാം. കാത്തിരുന്ന് നിരാശയാൽ ഞാൻ പാടിയ നബിയേ. അസ്സലാമു അലൈക്കും. നമ്മുടെ നേതാവ് വന്ദേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്
നബിയുടെ ജനനം മക്കത്ത്, 40 വയസ്സിൽ നുബുവത്ത്, നബിയുടെ വാപ്പ അബ്ദുള്ള, നബിയുടെ ഉമ്മ ആമിന റളിയല്ലാഹ്, 53 ഹിജറത്ത്, പുണ്യവഫാത്ത് മദീനത്ത്. അസ്സലാമു അലൈക്കും. ആദര കനിമരം ത്വാഹ റസൂലെ, ആസ്വരം തരും വരം ഹൈറാം സബീലെ, ആലമിൻ അനുഗ്രഹം നൂറേ കമാലെ, അലമുൽ ഹുദാനിധി ലെങ്കും ജമാലെ. നബി നബി ഉലകിൽ സലാം സലാം നിലാവേ, നബി നബി ഉദവിൽ കലാം കലാം പ്രഭാവേ, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രഭാജക പ്രഭുവെ പ്രചോദനം നിദാനം. ആദര കനിമരം ത്വാഹ റസൂലെ, ആസ്വരം തരും വരം ഹൈറാം സബീലെ, ആലമിൻ അനുഗ്രഹം നൂറേ കമാലെ, അലമുൽ ഹുദാനിധി ലെങ്കും ജമാലെ. പാരിനിൽ പിരിശിൽ ലങ്കി മദീന, പാലൊളി വിതറും മുത്തേ ഹബീബേ, പാവന തീരം എൻ്റെ നസീബേ, പാലൊളി വിതറും മുത്തേ ഹബീബേ, പാവന തീരം എൻ്റെ നസീബേ. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ, നബി നബി ഉലകിൽ കലാം കലാം പ്രഭാവേ, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രഭാജക പ്രഭുവെ പ്രചോദനം നിദാനം. ആദര കനിമരം ത്വാഹ റസൂലെ, ആസ്വരം തരും വരം ഹൈറാം സബീലെ, ആലമിൻ അനുഗ്രഹം നൂറേ കമാലെ, അലമുൽ ഹുദാനിധി ലെങ്കും ജമാലെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങലും ഉടയോനോടടുക്കലും, ലക്ഷ്യം ഇലാഹിൻ്റെ പൊരുത്തത്തിലൊഴുങ്ങിക്കൊണ്ടിജ ബോധി നടക്കലും, ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തുതത്തിടുന്നേ, റബ്ബിൽ ഉദിബത്ത് നടത്തിടുന്നേ, കൽബിൽ പെഴുത്ത മുഹബത്തൊളിയൊരുത്തനെ തേടി, വിണ്ടാണേ വിണ്ടാണേ ഗുണം പൂണ്ടാണേ. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങലും ഉടയോനോടടുക്കലും, ലക്ഷ്യം ഇലാഹിൻ്റെ പൊരുത്തത്തിൽ. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങലും ഉടയോനോടടുക്കലും, ലക്ഷ്യം ഇലാഹിൻ്റെ പൊരുത്തത്തിൽ ഒഴുങ്ങിക്കൊണ്ടിച്ച ബോധി നടക്കലും, ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തുതത്തിടുന്നേ, റബ്ബിൽ ഉദിബത്ത് നടത്തിടുന്നേ, കൽബിൽ പെഴുത്ത മുഹബത്തൊളിയൊരുത്തനെ തേടി, വിണ്ടാണേ വിണ്ടാണേ ഗുണം പൂണ്ടാണേ. പല ദേശം പല ഭാഷ പല വേഷമവിടം, പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമിവിടം, പല ദേശം പല ഭാഷ പല വേഷമവിടം, പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമിവിടം. അഖിലരും ഹലിലുള്ള വിളിച്ചൊരു വിളിക്കെട്ടി, അതിർപ്പത്തിൻ തർബീയത്തിൻ വചനങ്ങൾ ഉരുവിട്ട് പാടി, അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച്, വിണ്ടാണേ വിണ്ടാണേ ഗുണം പൂണ്ടാണേ. സഫ മർവ കിടക്കവൻ സഹിയുകൾ നടത്തി, സ്മരണയിൽ ഹാജറും മകനുമായി വന്നെത്തി, സഫ മർവ കിടക്കവൻ സഹിയുകൾ നടത്തി, സ്മരണയിൽ ഹാജറും മകനുമായി വന്നെത്തി, സ്മൃതികളിൽ പകരുന്ന ജലസംസം കുടിച്ചു, സുബ്ഹാൻ തസ്ബീഹും തക്ബീറും ഉരുവിട്ട് പാടി, അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച്, വിണ്ടാണേ വിണ്ടാണേ ഗുണം പൂണ്ടാണേ. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങലും ഉടയോനോടടുക്കലും, ലക്ഷ്യം ഇലാഹിൻ്റെ പൊരുത്തത്തിലൊഴുങ്ങിക്കൊണ്ടിച്ച ബോധി നടക്കലും, ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച്, വിണ്ടാണേ വിണ്ടാണേ ഗുണം പൂണ്ടാണേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.
നമ്മുടെ നേതാവന്തി നബി മുഹമ്മദ് മുസ്തഫ നബിയുടെ ജനനം മക്കത്ത്, 40 വയസ്സിൽ നുബുവത്ത്, നബിയുടെ വാപ്പ അബ്ദുള്ള, ഉമ്മ ആമിന റളിയല്ലാഹ്, 53 ഹിജറത്ത്, പുണ്യ വഫാത്ത് മദീനത്ത്. അസ്സലാമു അലൈക്കും. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ബില്ലാഹ്, ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ആ ആ ആ ആ ആ എൻ്റെ പ്രേമഗാനം കേൾക്കുയാ ഹബീബേ, എൻ്റെ പ്രേമഗാനം കേൾക്കുയാ ഹബീബേ. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സത്യറസൂലേ ഉത്തമനൂറേ, വർണ്ണമിതെങ്ങനെ പാടും ഞാൻ. നിത്യനിലാവേ പത്തരമാറ്റേ, പൂർണ്ണതയെങ്ങനെ പറയും ഞാൻ. കൊതിച്ച് പഠിച്ച് പടച്ചവൻ പറഞ്ഞുള്ള റഹ്മത്തതിലെത്തി. കണ്ണീരാലെ സുജൂദിൽ വീഴും ആ റസൂലിനെ അറിയുമ്പോൾ, ആ റസൂലിനെ അറിയുമ്പോൾ. സത്യറസൂലേ ഉത്തമനൂറേ, വർണ്ണമിതെങ്ങനെ പാടും ഞാൻ. നിത്യനിലാവേ പത്തരമാറ്റേ, പൂർണ്ണതയെങ്ങനെ പറയും ഞാൻ. കൊതിച്ച് പഠിച്ച് പടച്ചവൻ പറഞ്ഞുള്ള റഹ്മത്തതിലെത്തി. കണ്ണീരാലെ സുജൂദിൽ വീഴും ആ റസൂലിനെ അറിയുമ്പോൾ, ആ റസൂലിനെ അറിയുമ്പോൾ. അസ്സലാമു അലൈക്കും. നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ, നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ. ഇടനെഞ്ചിൽ ചേർത്ത് പാടാം ഇതിഹാസത്തേരിലേറാം, ഇടനെഞ്ചിൽ ചേർത്ത് പാടാം ഇതിഹാസത്തേരിലേറാം. നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ, നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ. ഇരുഗുരു താരകമൊഴിയറിഞ്ഞോളി, തികവുള്ളൊരാധര വഴി ഗമിച്ചോളി. ഇരുഗുരു താരകമൊഴിയറിഞ്ഞോളി, തികവുള്ളൊരാധര വഴി ഗമിച്ചോളി. ആ മരച്ചോട്ടിൽ തണലേ തണലേ, ആ മലർത്തോപ്പിൽ അഴകേ അഴകേ. ആ മരച്ചോട്ടിൽ തണലേ തണലേ, ആ മലർത്തോപ്പിൽ അഴകേ അഴകേ. മദിഹിൻ മുത്തൊളിമാല മധുരത്തേൻ പൂഞ്ചോല, മദിഹിൻ മുത്തൊളിമാല മധുരത്തേൻ പൂഞ്ചോല. പാടാം പാടാം അപദാനങ്ങൾ പാടാം, പാടാം പാടാം അപദാനങ്ങൾ പാടാം. നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ, നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ. മദീനത്തെ മരതകത്തരുളറിഞ്ഞോളി, മുഹബത്തിൻ പൂവിൻ്റെ പൊരുളറിഞ്ഞോളി. മദീനത്തെ മരതകത്തരുളറിഞ്ഞോളി, മുഹബത്തിൻ പൂവിൻ്റെ പൊരുളറിഞ്ഞോളി. മാണിക്യക്കല്ലാണേ മന്ദാരപ്പൂവാണേ, മാണിക്യക്കല്ലാണേ
മന്ദാരപ്പൂവാണ്. നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ. അസ്സലാമു അലൈക്കും. ജന്നാത്തുൽ ഫിർദൗസിനുള്ളിൽ എൻ്റെ നബിയുണ്ട്. ചെന്നെത്താനൊരു മോഹമുള്ളിൽ എന്ത് വഴിയുണ്ട്. ജന്നാത്തുൽ ഫിർദൗസിനുള്ളിൽ എൻ്റെ നബിയുണ്ട്. ചെന്നെത്താനൊരു മോഹമുള്ളിൽ എന്ത് വഴിയുണ്ട്. പരിപാലകനായവനെ പരിഹാരമതേകിടണേ. പരമോന്നതയായവനെ പറുദീസയിലാക്കിടണേ. സ്വർഗനദിക്കരയിൽ നബിയോടൊരു കൂട്ടുതരൂ പരനേ. സ്വർഗനിലാസുഖമേറിയ മഞ്ചലിലാ നബിയും വരണേ. അർഹനാക്കിടണേ നബിയെ അനുഗ്രഹിച്ചിടണേ. ജന്നാത്തുൽ ഫിർദൗസിനുള്ളിൽ എൻ്റെ നബിയുണ്ട്. ചെന്നെത്താനൊരു മോഹമുള്ളിൽ എന്ത് വഴിയുണ്ട്. മക്ക മണ്ണിൻ സൗകര്യങ്ങൾ ദൂരെറിഞ്ഞോരും ഹക്കാമുത്ത് റസൂലിൻ ചാരെ ഹിജറ നടന്നോരും. മക്ക മണ്ണിൻ സൗകര്യങ്ങൾ ദൂരെറിഞ്ഞോരും ഹക്കാമുത്ത് റസൂലിൻ ചാരെ ഹിജറ നടന്നോരും. ഞാനവർ തൻ സ്നേഹമുന്നിൽ തോറ്റു പോകില്ലേ. ജ്ഞാനവും നബി സ്നേഹവും അവരേറ്റ് വാങ്ങില്ലേ. സ്വർഗത്തോപ്പിന്മേലെ അവരും പാറിപ്പോകില്ലേ. സ്വർണത്തേരിന്മേലെ മുത്ത് റസൂലും കൂടില്ലേ. മുത്തും പവിഴം കൊട്ടാരങ്ങൾ ഒക്കെ അവർക്കല്ലേ. മുത്തിനായൊരു ബദറും ഉഹുദും ത്യാഗമൊരുക്കിലേ. പാപഭാരവാൽ നടന്ന് ഞാൻ കരഞ്ഞില്ലേ. പാതയോരമിൽ കിടന്ന് ഞാൻ കരഞ്ഞില്ലേ. ജന്നാത്തുൽ ഫിർദൗസിനുള്ളിൽ എൻ്റെ നബിയുണ്ട്. ചെന്നെത്താനൊരു മോഹമുള്ളിൽ എന്ത് വഴിയുണ്ട്. മക്കാവനിയിൽ ഞാനുണ്ടെങ്കിൽ കൂടെ ഇരിക്കൂലേ. ഹക്കിൻ കൽപ്പനയാല മദീനത്തേക്കും പോകില്ലേ. മക്കാവനിയിൽ ഞാനുണ്ടെങ്കിൽ കൂടെ ഇരിക്കൂലേ. ഹക്കിൻ കൽപ്പനയാല മദീനത്തേക്കും പോരില്ലേ. ഈരുണ്ടൊരു കാലത്തിൽ ഞാൻ പിറന്നു പോയില്ലേ. കരിപിരണ്ടൊരു കോലത്തിൽ ഞാനാണ്ട് പോയില്ലേ. ജന്നാത്തുൽ ഫിർദൗസിനുള്ളിൽ എൻ്റെ നബിയുണ്ട്. ചെന്നെത്താനൊരു മോഹമുള്ളിൽ എന്ത് വഴിയുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാൽനില ചന്തം തൂകുമീ തൊയ്ബയിൽ പാതിരാ പൊയ്കയും ത്വാഹനൂറ് ചിന്തും പാർവണം നീന്തും പൂവിരി സുഗന്ധം പാരിലാവൻ പുകൾ കൺകുള്ളീർമയേകും ജന്നത്തിൽ അനന്തമൊന്നാകയായി സന്തോഷ സല്ലാപമായി ചിന്നക ഇൻസോട്ട് പുന്നാരമായി സമ്പൂർണ്ണ സഫല്യമായി മദിമാൻ നബിയ റബിയായി സുബിയായി അബിയായി തൊബിയായി അവതായിറലേ പാൽ നില ചന്തം തൂകുമീ തൊയ്ബയിൽ വാതിര പൊയ്കയും ത്വാഹനൂറ് ചിന്തും കാലോകർക്ക് റബ്ബിൻ
മാധുരി പാകിയ സീറ മനമേകുന്ന ഹുബിൻ കാഫിലകൾക്ക് കസീദ ചാര ഇഷ്കുമായി എൻ മൊഴികളിൽ കൽവേകും മുസാഫിറ ആ മതിൽ കത്തും നേരം നെഞ്ചിൽ കത്തും ഭാരം തന്തർത്തിങ്കും സാഗരമേ ആ മതിൽ കത്തും നേരം നെഞ്ചിൽ കത്തും ഭാരം തന്തർത്തിങ്കും സാഗരമേ ഈ റൂഹിലെ നിറരിയിലെ മനതാറിലേക്കിനെ ചേർക്കണേ ഈ റൂഹിലെ നിറരിയിലെ മനതാറിലേക്കിനെ ചേർക്കണേ ജന്നത്തിൽ അനന്തമൊന്നാകയായി സന്തോഷ സല്ലാപമായി ജിന്നക ഇൻസോട്ട് പുന്നാരമായി സമ്പൂർണ്ണ സഫല്യമായി മാലോകർക്ക് റബ്ബിൻ മാധുരി പാകിയ സീറ മനമേകുന്ന ഹുബിൻ മാറ്റുള്ളികൾക്ക് ബഷീറ ചാര ഇഷ്കുമായി എൻ പുലരിയിൽ സിറേകുന്നു ഷാഹിദ ആ പുണ്യമക്കും ഹാറിൽ ചന്ദ്രതോക്കും രാവിൽ ചന്ദ്രകൊളുത്തും ആരഭമേ ആ പുണ്യമക്കും ഹാറിൽ ചന്ദ്രതോക്കും രാവിൽ ചന്ദ്രകൊളുത്തും ആരകമേ ഈ റൂഹിലെ നിറരിയിലെ മനതാറിലേക്കിനെ ചേർക്കണേ ഈ റൂഹിലെ നിറരിയിലെ മനതാറിലേക്കിനെ ചേർക്കണേ പാൽ നില ചന്തം തൂകുമീ തൊയ്ബയിൽ പാരില പൊയ്കയും ത്വാഹനൂർ ചിന്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.